മക്കളെ, ഇന്ന് ഒരു കഥയാണ് ടീച്ചർ പറയാൻ പോകുന്നത്. അനാഥമാക്കപ്പെട്ട, തൻ്റെ ബാല്യകാലത്ത് ഒരുപാട് കരയേണ്ടി വന്ന, തിരസ്കരിക്കപ്പെട്ട ബാല്യകാലത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെക്കേണ്ടി വന്ന ജോസ് എന്ന കഥാപാത്രത്തിൻ്റെ കഥയാണ്. അപ്പോൾ ജോസ് ജീവിതത്തിൽ അവൻ്റെ വിജയങ്ങളെല്ലാം കീഴടക്കുന്നത് നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് പഠനത്തിലൂടെയാണ്. അതിന് എളുപ്പ വഴികളും മാന്ത്രിക വിദ്യയൊന്നും ജോസിന് വശമുണ്ടായിരുന്നില്ല. ജോസ് നന്നായി പഠിച്ചു, അവൻ വിജയത്തിലേക്ക് എത്തുകയാണ്. സാറ തോമസിൻ്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണിത്. നമ്മളുടെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായ ആനന്ദാശ്രുകൾ ഈ നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ജോസിനെ പോലെ നമുക്കൊക്കെ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ അതിന് എളുപ്പ വഴികളൊന്നുമില്ല. നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക വഴി. അപ്പോൾ നന്നായി പഠിച്ച് തുടങ്ങണ്ടേ നമുക്ക്? പോണ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമുക്ക് പേപ്പറുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച മാർക്ക് ചിലപ്പോൾ കിട്ടിയവരുണ്ടാവാം, കിട്ടാത്തവരുണ്ടാവാം. പക്ഷേ ഇതുപോലെ ആയിരിക്കരുത് ഒരിക്കലും നമ്മുടെ ക്രിസ്മസ് എക്സാം അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് എക്സാം. ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതമൊക്കെ മാറണമെങ്കിൽ നന്നായി പഠിക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ അസ്ത്ര 3.0 എന്ന സൈലത്തിൻ്റെ പുതിയ 10ാം ക്ലാസ്സിലേക്കുള്ള ബാച്ചിനെ കുറിച്ചാണ് ടീച്ചർ പറഞ്ഞു വന്നത്. അപ്പോൾ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാമിനും അതേപോലെ പബ്ലിക് എക്സാമൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്കും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകളുമായിട്ടാണ് നമ്മളുടെ ബാച്ച് വരുന്നത്. നമുക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതേപോലെ മെറ്റീരിയലും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക.